CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. കേച്ചേരി പെട്രോൾ പമ്പിന് സമീപം KSRTC ബസിന് പുറകിൽ സ്വകാര്യ ബസ് ഇടിച്ച് അപകടത്തിൽ 20ഓളം പേർക്ക് പരിക്കേറ്റു. കനത്ത മഴയിൽ നിയന്ത്രണം വിട്ട കാർ ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് യുവതി ഉൾപ്പെടെ 2 പേർക്ക് സാരമായി പരിക്കേറ്റു. എരുമപ്പെട്ടി വെള്ളറക്കാട് മനപ്പടിക്ക് സമീപമാണ് അപകടമുണ്ടായത്. കോടികൾ ചെലവാക്കി കാന പണിതെങ്കിലും ഗുരുവായൂരിൽ വെള്ളക്കെട്ടിന് ശമനമായില്ല. ബുധനാഴ്ച രാത്രി 7:30 പെയ്ത കനത്ത മഴയിൽ ക്ഷേത്ര പരിസരം വെള്ളക്കെട്ടിലായി. തെക്കേ നടപ്പുരയിലാണ് വെള്ളക്കെട്ട് രൂപപ്പെട്ടത്. സംസ്ഥാനത്ത് ഇന്ന് അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത തുടരുന്നു. എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. എറണാകുളം മുതൽ വയനാട് വരെയുള്ള 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. മറ്റു ജില്ലകളിൽ യെല്ലോ അലർട്ടുണ്ട്. കുന്നംകുളം പട്ടാമ്പി റോഡിൽ അപകടാവസ്ഥയിലായ കെട്ടിടത്തിന്റെ മുൻവശം കുന്നംകുളം നഗരസഭാധികൃതരുടെ നേതൃത്വത്തിൽ പൊളിച്ചു നീക്കി. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയിലും കാറ്റിലുമാണ് കെട്ടിടത്തിന്റെ മുൻവശത്തെ സൺഷെഡ് തകർന്ന് അപകടാവസ്ഥയിലായത്. വെള്ളാറ്റഞ്ഞൂരിൽ തെരുവുനായ ശല്യം രൂക്ഷം. 5 മാസം പ്രായമുള്ള പശുക്കിടാവിനെ കടിച്ചുകൊന്നു. വെള്ളാറ്റഞ്ഞൂർ വടക്കൂടൻ ഷിബുവിന്റെ ഫാമിലെ പശുക്കുട്ടിയെയാണ് തെരുവുനായ്ക്കൾ ആക്രമിച്ചു കൊന്നത്. ചൊവ്വന്നൂരിൽ നിയന്ത്രണം വിട്ട ബൈക്ക് മിനിലോറിക്ക് പുറകിൽ ഇടിച്ചുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രികന് പരിക്കേറ്റു. വെള്ളറക്കാട് സ്വദേശി ചൊവ്വല്ലൂർ വീട്ടിൽ 27 വയസ്സുള്ള വില്ലി ജോൺസിനാണ് പരിക്കേറ്റത്. കനത്ത മഴയിൽ കിണർ ഇടിഞ്ഞു താഴ്ന്നു. ചൂണ്ടൽ പഞ്ചായത്തിലെ പെലക്കാട്ടുപയ്യൂർ മാർഷിക്കാവ് ക്ഷേത്രത്തിനടുത്ത് സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള പറമ്പിലെ കിണറാണ് കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ ഇടിഞ്ഞത്. വർഷങ്ങൾക്ക് മുമ്പ് ഉദ്ഘാടനം ചെയ്ത അണ്ടത്തോട് കുടുംബാരോഗ്യ കേന്ദ്രം ചോർന്നൊലിക്കുന്നു. മുകൾ ഭാഗം കോൺക്രീറ്റ് മേൽക്കൂര ഉണ്ടെങ്കിലും മഴ പെയ്താൽ കെട്ടിടത്തിനുള്ളിൽ കുട ചൂടിയിരിക്കേണ്ട ഗതികേടാണ്. വിസ്ഡം സ്റ്റുഡന്റ് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി ബ്ലിസ് സമ്മർ ഹട്ട് ക്യാമ്പ് പുന്നീർകുളത്ത് സംഘടിപ്പിക്കുന്നു. ആൽത്തറ ടൗൺ മസ്ജിദ് ഖുറാൻ സ്റ്റഡി സെന്ററിൽ വെച്ചാണ് ക്യാമ്പ് നടത്തുന്നത്. സ്ത്രീ ശാക്തീകരണത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് പ്രവർത്തിക്കുന്ന കോസ്റ്റ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ എന്ന വിദ്യാഭ്യാസ സമുച്ചയത്തിന്റെ കീഴിൽ പ്രവർത്തനം ആരംഭിക്കുന്ന മറിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മോണ്ടിസോറി ട്രെയിനിംഗ്, പ്രണവം യോഗ ക്ലബ്, ജീവൻധാര ഫാമിലി കൌൺസിലിംഗ് എന്നീ സംരംഭങ്ങളുടെ സംയുക്ത ഉദ്ഘാടനം ശനിയാഴ്ച രാവിലെ 10 മണിക്ക് നടക്കുമെന്ന് ഭാരവാഹികൾ പുന്നൂർകുളത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. SSLC, +2, CBSE പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് വിവിധ സംഘടനകളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും കൂട്ടായ്മകളുടെയും നേതൃത്വത്തിൽ ആദരമൊരുക്കി. ഉപ്പുങ്ങലിൽ ശ്രീ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വർഷം തോറും നടത്തിവരാറുള്ള റിഫായി റാത്തിബിന്റെ ഭാഗമായി മൗലിദ് പാരായണം നടത്തി. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.